ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരത്തിനെത്തിയ യുവാക്കളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി 5 പേർക്ക് പരിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മാള പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റം. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാൻ സമയം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമെന്ന് MT രമേശ്. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ച് തകർത്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി രഞ്ജീഷാണ് അറസ്റ്റിലായത്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ. സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭാ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരം നടന്നിരുന്ന KJM ഓഡിറ്റോറിയത്തിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി 5 പേർക്ക് പരിക്കേറ്റു. പ്രശ്നം ഉണ്ടാക്കല്ലേ? പള്ളം സ്വദേശിയുടെ വിവാഹ സൽക്കാരത്തിലേക്ക് ആഡംബരക്കാരിൽ വന്നിരുന്ന യുവാക്കൾ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് ബ്ലോക്കാക്കിയത് നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാറിന്റെ ബോണറ്റ് തുറന്ന് നൃത്തം ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിന് ചോദ്യം ചെയ്ത വയോധികനെ യുവാക്കൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. ഇതോടെ വിവാഹത്തിന് വന്ന യുവാക്കളും നാട്ടുകാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. കല്യാണത്തിന് വന്നവരും നാട്ടുകാരും തമ്മിൽ പരസ്പരം കല്ലേറ് നടന്നു. കല്ലേറിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. നിരവധി വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലേറിൽ പോലീസുകാർക്കും പരിക്കേറ്റു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി പോലീസ് പറഞ്ഞു. TCV ചെറുതുരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിലും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം ജില്ലയിലെ പലയിടങ്ങളിലും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നാമനിർദ്ദേശ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്നലാംകുന്ന് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. സബിത സദാനന്ദൻ നിലവിൽ ദേവസ്വം താൽക്കാലിക ജീവനക്കാരിയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയത്. BJP സ്ഥാനാർത്ഥി സബിതയുടെ നാമനിർദ്ദേശ പത്രിക ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 85 പത്രികകളാണ് ഉണ്ടായിരുന്നത്. ബാക്കി പത്രികകൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി.
പട്ടികജാതി വനിതാ സംവരണമായ 18-ാം വാർഡിലെ സ്ഥാനാർത്ഥി ES ഷൈബിയുടെ പത്രികയാണ് വരണാധികാരി അസാധുവാക്കിയത്. LDFിലെ സുനീതിയും UDF സ്ഥാനാർത്ഥി സീമ തറയും തമ്മിലുള്ള മത്സരമാണിവിടെ നടക്കുക. പഞ്ചായത്തിൽ സമർപ്പിച്ച 149 നാമനിർദ്ദേശ പത്രികകളിൽ 148 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പരിഗണിച്ചു. നിലവിൽ 105 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മാള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥി സന്തോഷ് പയ്യാക്കലിന്റെ നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയുടെ പേരിലുള്ള ഒപ്പ് വ്യാജമെന്ന ആക്ഷേപം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. മല്ലിക എന്ന സ്ത്രീയാണ് താൻ ഒപ്പിട്ട് നൽകിയിട്ടില്ലെന്ന വാദവുമായി എത്തിയത്. അതേസമയം മല്ലിക വീട്ടിൽ വെച്ചാണ് ഒപ്പിട്ട് നൽകിയതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഭീഷണി കാരണമാണ് നിലപാട് മാറ്റിയത് എന്നുമാണ് 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ആരോപിക്കുന്നത്. മല്ലിക തങ്ങളുടെ അനുഭാവിയാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ഞങ്ങൾ വിചാരിച്ച കാര്യം നടന്നിട്ട് വോട്ട് ചെയ്യുള്ളൂ. അത് വേറെ കാര്യം. ചെയ്യില്ല. ഒപ്പിട്ടില്ല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ ചാലക്കുടിയിലും കോടശ്ശേരി പഞ്ചായത്തിലും BJP സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടി. നഗരസഭയുടെ മൂഞ്ഞേലി വാർഡിൽ BJP സ്ഥാനാർത്ഥി ബിജു വില്ലനശ്ശേരിയുടെ പത്രിക തള്ളി. ബ്ലോക്ക് പഞ്ചായത്ത് കുറ്റിച്ചിറ ഡിവിഷനിലേക്ക് സമർപ്പിച്ച BJP സ്ഥാനാർത്ഥി കോമളം രവിയുടെ പത്രികയും നിരാകരിച്ചു. ഇവർ ചട്ടിക്കുളം ഡിവിഷനിൽ BJPക്ക് സ്ഥാനാർത്ഥിക്ക് ഡമ്മിയായും പത്രിക നൽകിയിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിസന്ധിയിലായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലെ കരാറുകാരനാണ് UDF സ്ഥാനാർത്ഥി KM പോൾസൺ. ഇത് പത്രികയിൽ രേഖപ്പെടുത്തിയതാണ് വിനയായത്. താൻ കരാറുകാരനല്ലെന്ന് തിങ്കളാഴ്ച തെളിയിച്ചില്ലെങ്കിൽ പോൾസന്റെ പത്രിക തള്ളുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. അതിരപ്പള്ളിയിലെ വാർഡ് 8-ലെ ലിജി, 9-ലെ ജാനകി, 14-ലെ ജയശ്രീ എന്നീ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തുടരുന്ന മൌനം ദുരൂഹമെന്നും MT രമേശ്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലുണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായ വീഴ്ചയാണ്. അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ശബരിമലയിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ പങ്കാളിത്തവും നേതൃത്വവും ഒന്നിനു പിറകെ ഒന്നായി വ്യക്തമായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുള്ളത്. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നു. ആ രണ്ടുപേരും CPMന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി CPMന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ശബരിമലയിൽ ഈ പ്രാവശ്യം ഉണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയാണ്. ആ ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ വാസവൻ മന്ത്രി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വിശ്വസ്തർ ജയിലിലായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം ദുരൂഹമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തല്ല, AKG സെന്ററിലാണ്. SIT കടകംപള്ളി സുരേന്ദ്രനെയും VN വാസവനെയും ചോദ്യം ചെയ്യണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ഡോക്ടർ V ആതിരയെ മാറ്റിയത് മത്സരിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകൾ ഉള്ളതായി വാർത്തകളുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എല്ലാ വാർത്തകളും സത്യമാകണമെന്നില്ലല്ലോ എന്നായിരുന്നു MT രമേശിന്റെ മറുപടി. അവർക്ക് മത്സരിക്കാൻ പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. കാരണം അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ ബോഡിയിലെ മെമ്പറാണ്. പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ ഹിന്ദി ഭാഷാ സമിതിയുടെ ഒരു മെമ്പറാണ് ഇവര്. അതിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു വർക്ക്ഷോപ്പ് ഡൽഹിയിൽ നടക്കുകയാണ്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് പെർമിഷൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ കൊടുക്കുന്നില്ല. ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി, പെർമിഷന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ
മാറാതെ വേറെ വഴിയില്ല. TCV തൃശൂർ. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ച് തകർക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രഞ്ജീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് പ്രതി അടിച്ചു തകർക്കുകയായിരുന്നു. മതിലകം പുതിയകാവ് VKR ആശുപത്രിയിൽ നിന്നും 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും കൊണ്ട് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ രഞ്ജീഷ് ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയിൽ തട്ടിയിരുന്നു. ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയില്ല. പിന്തുടർന്നെത്തിയ ഇയാൾ ആംബുലൻസിന്റെ മുൻവശത്തെ ചില്ല് തല്ലി തകർക്കുകയും ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാറളത്ത് കള്ളുചെത്ത് തൊഴിലാളികൾ കള്ളൂറ്റാൻ ഉപയോഗിക്കുന്ന കുടങ്ങൾ സാമൂഹ്യവിരുദ്ധർ തല്ലിത്തകർത്തു. ചെമ്മണ്ടക്കായൽ കടും കൃഷി സംഘത്തിൽപ്പെട്ട പുളിയപ്പാടം കർഷകരുടെ 20 തെങ്ങുകളിൽ സ്ഥാപിച്ച കുടങ്ങളാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തത്. രാവിലെ കള്ള് ചെത്താനെത്തിയ തൊഴിലാളികളാണ് കള്ളൂറ്റാൻ ഉപയോഗിക്കുന്ന 20ഓളം കുടങ്ങൾ തല്ലി തകർത്ത നിലയിലും ശേഖരിച്ചിരുന്ന കള്ള് മോഷ്ടിച്ചതായും കണ്ടെത്തിയത്. ഏറെ നാളുകളായി ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കള്ളൂറ്റാൻ എത്തിയവരെ തൊഴിലാളികൾ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ചെത്ത് തൊഴിലാളികളായ സുരേഷ് ബാബുവും ഗുരുദാസനും പറഞ്ഞു. 15 ദിവസം കാവലിൽ ഇരുന്നിട്ട് 2 ആളെ പിടിച്ചു. രാത്രി 12 മണിക്ക് പിടിച്ചത്. 3 ആളുണ്ടായിരുന്നു. ഒറ്റ വെള്ളാനങ്കല്ല് വരെ ഓടിപ്പോയി. 2 ആൾ ഇവിടെ അടുത്തുള്ള പിള്ളേരാ പോലീസുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരെ വീട്ടിൽ വന്നിട്ട് നേരെ നാളെ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എന്നിട്ട് പറഞ്ഞു, SI പറഞ്ഞു ഇവരെ കൂട്ടാളികളെ കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടാളികളെ കൊണ്ട് ഇവർ പോയില്ല, അത് കേസാക്കിയില്ല. അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു 50,000 രൂപ താഴെ നഷ്ടം വന്നിട്ടുണ്ട്. 4 തെങ്ങിൻ്റെ മാട്ടം ഒരു 16 മാട്ടത്തോളം തല്ലി പൊളിച്ചിട്ടുണ്ട്. പിന്നെ 11 തെങ്ങിൻ്റെ കള്ളൂറ്റിയുണ്ട്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് 4 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്ത് 1 പ്രാവശ്യം റെസീറ്റ് വന്നു. CIക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. നേരെ ഇരിഞ്ഞാലട SPക്ക് അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് കഴിഞ്ഞ ദിവസം രാത്രി വെട്ടേറ്റത്. പ്രതികളെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. തിയേറ്റർ ഉടമയെ ആക്രമിക്കാൻ ഉപയോഗിച്ച് ചുറ്റിക വാങ്ങിയത് തൃശൂർ നഗരത്തിലെ കടയിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കടയിലെത്തിയ അന്വേഷണ സംഘം പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കട പോലീസ് കണ്ടെത്തിയത്. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്.
ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കോട്ടപ്പടി ചെമ്പാലക്കുളം ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് തെരുവുനായ പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ആശങ്കയോടെ നഗരസഭയിൽ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഉച്ചയോടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നായയെ കുടുക്കിട്ട് പിടിച്ച് കെട്ടിയിട്ടു. വൈകുന്നേരത്തോടെ നായ ചത്തു. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ നായയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സംസ്കരിച്ചു. ഈ നായ മറ്റ് നായകളെ കടിച്ചതായും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമായി. ഇതോടെ ചത്ത നായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇതേ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ ആരോഗ്യ വിഭാഗമെത്തി ജഡം പുറത്തെടുത്ത് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു 2-4 ദിവസം കഴിഞ്ഞിട്ട് പേ ഇളകിയിട്ടുണ്ടെങ്കിൽ പല പട്ടികൾ ഇത് കടിച്ചിട്ടുണ്ട്. അപ്പം അത് ഇളകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനെ സ്ഥിരീകരിക്കുക തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ഡോക്ടറോട്. അത് നമ്മളെ അനീഷ്മ മേഡം നിർബന്ധം പറഞ്ഞു. ഇവിടെ ഇതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അനീഷ്മ മേഡം പറയും ചെയ്തു. അങ്ങനെയാണ് വീണ്ടും വന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ പേവിഷബാധ സ്ഥിരീകരിക്കാനാകൂ. 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന് പൂക്കോട് വെറ്ററിനറി ഡോക്ടർ CR പ്രശാന്ത് പറഞ്ഞു. മേഖലയിലെ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അടുത്ത ദിവസം വീണ്ടും കുത്തിവയ്പ്പിനായി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പൂജാ ബമ്പർ ഒന്നാം സമ്മാനമായ 12 കോടി JD 545542 എന്ന ടിക്കറ്റിന് ലഭിച്ചു. പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. 3 ആഴ്ച മുമ്പാണ് ടിക്കറ്റ് വിറ്റുപോയതെന്നും ടിക്കറ്റ് എടുത്തത് പ്രദേശവാസികൾ ആരെങ്കിലും ആകാനാണ് സാധ്യതയെന്നും കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ഉടമ പറഞ്ഞു. സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയിലും ഒന്നാം സമ്മാനം ഇതേ ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിലെ വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന ആനകൾ സങ്കീർത്തിയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഹാളിലെ ടൈൽസും മറ്റും ചവിട്ടിപ്പൊളിച്ചു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാടിനകത്തുള്ള ദേവാലയത്തിൽ ഞായറാഴ്ച ഒരു നേരം മാത്രമാണ് ദിവ്യബലി നടക്കുന്നത്. പ്രദേശത്ത് വർഷങ്ങളായി ആൾതാമസവുമില്ല. കഴിഞ്ഞ മാസവും ഇവിടെ കാട്ടാനകൾ ആക്രമണം നടത്തിയിരുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് കാറിടിച്ച് കയറ്റിയതായി പരാതി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി തടസ്സങ്ങൾ മറികടന്ന് കാർ ഇടിച്ചു കയറ്റിയത്. തുടർന്ന് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഭക്തർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. രാത്രി സമയങ്ങളിൽ തേക്കിൻകാട് മദ്യപരുടെ ശല്യം രൂക്ഷമാണെന്ന് ഭക്തർ പരാതിപ്പെട്ടു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ തെരുവുനായ ആക്രമണത്തിൽ ചത്ത സംഭവത്തിൽ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടറോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. ചത്ത മാനുകളെ സംസ്കരിച്ചതിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെതിരെ നൽകിയ ഹർജിയിലാണ് പാർക്ക് ഡയറക്ടറോട് ഈ മാസം 25-ന് കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് നമ്പർ 3 മജിസ്ട്രേറ്റ് സാന്ദ്ര മേരി നെറ്റോ ഉത്തരവിട്ടത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്ത് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഈ മാസം 11-നാണ് സുവോളജിക്കൽ പാർക്കിലെ 10 മാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാലിയക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറഞ്ഞു. ടോൾ പ്ലാസയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പഴയ വെയ്ബ്രിഡ്ജിന്റെ സാമഗ്രികൾ നീക്കുന്നതിനിടെയാണ് അപകടം. ക്രെയിൻ മറിയുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയത് മൂലം വൻ അപകടം ഒഴിവായി.
സമീപത്ത് നിർത്തിയിട്ട ബൈക്കിലും സ്കൂട്ടറിലേക്കുമാണ് ക്രെയിൻ മറിഞ്ഞത്. ഇരുചക്രവാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. ബ്രിഡ്ജിന്റെ സാമഗ്രികൾ മാറ്റുന്നത് കാണാൻ നിരവധി പേരാണ് പ്രദേശത്തുണ്ടായിരുന്നത്. രാത്രിയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ക്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2 ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട ക്രെയിൻ ഉയർത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോയിരുന്ന ടൂറിസ്റ്റ് ബസ് കൊടകരയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല. ദേശീയപാത കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിന് ഭാഗികമായി കേടുപറ്റിയതിനെ തുടർന്ന് മറ്റൊരു ബസ്സിൽ കുട്ടികളുമായി വിനോദയാത്ര തുടർന്നു. ഓട്ടുപാറ പരുത്തിപ്രയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ തൃശൂർ സ്വദേശി ജോജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. മലപ്പുറം പൊന്നാനി വെളിയങ്കോട് സ്വദേശി യാസറാണ് കാർ ഓടിച്ചിരുന്നത്. കാറിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട് റോഡിന്റെ എതിർദിശയിലേക്ക് തിരിഞ്ഞുകയറിയ കാർ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്രവാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഫുട്പാത്തിൽ ഇടിച്ചു നിന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുത്തൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലായി ദമ്പതികൾ മത്സരഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഭർത്താവിന് കന്നിയംഗമാണെങ്കിൽ ഭാര്യ 4ാം തവണയാണ് UDFന് വേണ്ടി ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ സേതുമാധവനും 23ാം വാർഡിൽ ബിന്ദു സേതുമാധവനുമാണ് മത്സരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇരുവരും ദമ്പതികളാണ് എന്നുള്ളതാണ്. ഇളംതുരുത്തി കുന്നംകാട്ടുകര മേനകത്ത് സേതുമാധവൻ, ഭാര്യ ബിന്ദു എന്നിവരാണ് മത്സരിക്കുന്നത്. പുത്തൂർ 2ാം വാർഡ് തോണിപ്പാറ വാർഡിലാണ് സേതുമാധവൻ കന്യാംഗത്തിനിറങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ഭാര്യ ശ്രീമതി ബിന്ദു സേതുമാധവൻ 4ാമത്തെ തവണയാണ് 23ാം വാർഡ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിൽ മത്സരിക്കുന്നത്. 3 തവണയും അവിടെ തന്നെയാണ് മത്സരിച്ച്. വാർഡ് വിഭജനമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ആ വാർഡിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പ്രതിദാനം ചെയ്ത് 15 കൊല്ലം തുടർച്ചയായിട്ട് ആ വാർഡിൽ വേണ്ടപ്പെട്ട വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ഫുട്ബോളറും കൂടിയാണ്. BSNL ജീവനക്കാരനായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അതിനു മുമ്പും പുത്തൂരിൻ്റെ ഹൈസ്കൂൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. മികച്ച ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമായ സേതുമാധവൻ 22ാം വയസ്സ് മുതൽ കാൽപന്തുകളിയിൽ സജീവമാണ്. BSNLിൽ 31.5 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സേതുമാധവൻ വെറ്ററൻസ് ജില്ലാ ഫുട്ബോൾ ടീം അംഗമാണ്. 55-കാരിയായ ഭാര്യ ബിന്ദു 23ാം വാർഡായ ഇളംതുരുത്തിയിലാണ് മത്സരിക്കുന്നത്. 2010-15 ആദ്യ മത്സരം. കന്യാംഗത്തിൽ തന്നെ വിജയിച്ച ബിന്ദു വൈസ് പ്രസിഡന്റായി. 2010 സാധാരണ ഒരു വീട്ടമ്മയായി വന്ന് ഇലക്ഷനെ നേരിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ആ വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ വാർഡിലെ എല്ലാവരും തന്നെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ വീണ്ടും നിൽക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടും അതേപോലെ തന്നെ പാർട്ടി പറഞ്ഞതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും 4ാമത് മത്സരത്തിൽ രംഗത്ത് എത്തിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയായിട്ട് സംയോജിച്ച് തീരെ കുടിവെള്ളം എത്താത്ത സ്ഥലത്തൊക്കെയും ഇപ്പോൾ വെള്ളം എത്തിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെയും അത് ശരിയാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും 2 വാർഡുകളും തങ്ങൾക്ക് തന്നെ വേണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇരുവരും UDFന് വേണ്ടി പോരാട്ടത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. വെങ്കിടങ്ങ് പഞ്ചായത്ത് അധ്യാപികയോടൊപ്പം ശിഷ്യരായ വിദ്യാർത്ഥികളും മത്സരരംഗത്ത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈലജ മധുസൂദനൻ മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു. ഷൈലജ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് പഞ്ചായത്തിലെ മറ്റു 4 വാർഡുകളിൽ മത്സരിക്കുന്നത്. 1, 9, 11 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികളായ ഫെമിന അൻസാർ,
PM മനീഷ്, PU അഭിജിത്ത് എന്നിവരും 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ സൂര്യ രാജുമാണ് മത്സരരംഗത്തുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അധ്യാപികയായിരുന്നു ശൈലജ. പഠിപ്പിക്കുന്ന വിഷയത്തിനപ്പുറം വിദ്യാർത്ഥികളിൽ സാമൂഹ്യ അവബോധവും ജനാധിപത്യബോധവും വളർത്താൻ സാധിച്ചുവെന്നതിന്റെ തെളിവുകളാണ് ശിഷ്യരായ 4 പേരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്നതെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. മികച്ച അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ എനിക്ക് മത്സരിക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. എന്നെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ 4 വിദ്യാർത്ഥികളും എൻ്റെ കൂടെ മത്സരത്തിനുണ്ട്, പല പല വാർഡുകളിലായിട്ട്. സാമൂഹ്യ ബോധവും ജനാധിപത്യ ബോധവും വളർത്താൻ സാധിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇവരും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇതിൽ ഒരാളെ ഞാൻ നാട്ടിക ഫിഷറീസ് സ്കൂളിൽ പഠിപ്പിച്ചതാണ്, ബാക്കി 3 പേരെയും മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഇവർക്ക് എല്ലാവർക്കും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കട്ടെ. കാരണം നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരത്തിൽ പറക്കുന്നത് കാണാനാണ് ഏതൊരു അധ്യാപികയും ഏതൊരു അമ്മയും ആഗ്രഹിക്കുക. അപ്പോൾ ഒരു അധ്യാപികയുടെയും അമ്മയുടെയും വികാരത്തോടു കൂടി ഞാൻ പറയാണ്, എൻ്റെ കുട്ടികൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്. മത്സരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടീച്ചറും തങ്ങളുടെ പ്രിയ ടീച്ചർക്ക് വിദ്യാർത്ഥികളും പരസ്പരം വിജയാശംസകൾ നേർന്നു. TCV പാവർട്ടി. മലയാള സാഹിത്യത്തിൽ എല്ലാ മേഖലകളിലും സവിശേഷമായ രചനകൾ കൊണ്ട് അതുല്യമായ സ്ഥാനങ്ങൾ നേടിയ ബഹുമുഖ പ്രതിഭയാണ് കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽപ്പറ്റ ബാലകൃഷ്ണനെ സാഹിത്യലോകവും നമ്മുടെ സമൂഹവും വിലയിരുത്തേണ്ട രൂപത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്നത് സംശയമുണ്ടെന്ന് MM ഹസൻ പറഞ്ഞു. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര സമിതി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കൃഷ്ണകുമാരി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. P. ബാലചന്ദ്രൻ MLA, മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ പ്രതിഭാ പുരസ്കാരം K. രഘുനാഥനും, സർഗസ്ത്രീ പുരസ്കാരം MV ജനാർദ്ദനനും, വിദ്യാഭ്യാസ പുരസ്കാരം C. വിശ്വജിത്തും ഏറ്റുവാങ്ങി. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണന്റെ ഖലീൽ ജിബ്രാന്റെ പ്രണയഗീതവും മറ്റ് കഥകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വല്ലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബിനെയാണ് ടെമ്പിൾ SHO G. അജയ്കുമാർ, SI U. മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെയുമാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അംന ഫാത്തിമയെന്ന 7ാം ക്ലാസ്സുകാരി. ഉലകിലെ കതിരോന്മശങ്കിടുന്നൊളിയായി അരികോറും കരിവുകിൽ കനത്ത പൊൽനീലയായി യേശത്തിൽ സിദ്ധിക്കുമാർ അലിപൊലി കലിയായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRVUP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാലുള്ള കാഴ്ചപരിമിതിയാണ് തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിച്ചത്. ചന്ദ്രാപിന്നി സ്വദേശി അറക്കവീട്ടിൽ നവാസ് ഷെറീന ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളായ അംനയ്ക്ക് ജന്മനാൽ തന്നെ വലതുകണ്ണിന്റെ പൂർണ്ണമായും ഇടതുകണ്ണിന്റെ 80% കാഴ്ചശക്തി നഷ്ടമായിരുന്നു. കടുമേൽ കടുകവേ അലമതുമെത്തി കൊടുമേൽ കഠിനമേ കെണ്ടതിൽ വിരുത്തി ചെണ്ടരിൽ തിരുത്തി ചെണ്ടത് ചൂരിന്താനേ ദുരിതം മൂളിന്താനേ ഉഷിയായി അകന്താനേ. വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അംനയുടെ മനസ്സ് തയ്യാറായില്ല. ഒപ്പം രക്ഷിതാക്കളും. ചെറിയ ക്ലാസ് മുതൽ തന്നെ അംന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു. അധ്യാപകർ അടുത്തിരുന്ന പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി, അതിലെ ഏതു ചോദ്യത്തിനും അംന തെറ്റാതെ ഉത്തരം പറയും. പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ അപൂർണമായാണെങ്കിലും വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അംന കൂട്ടുകൂടി. വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അംന അതെല്ലാം കുറച്ചു സമയമെടുത്തായാലും വായിക്കും. കയ്പമംഗലം കൂരിക്കുഴി GLP സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിലാണ് ചന്ദ്രാപിന്നി SRVUP സ്കൂളിലേക്ക് അംന എത്തുന്നത്. അംനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപിക ആശ ടീച്ചറും മറ്റ് അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി.
കാണുന്നതൊക്കെ തന്നെ നമ്മൾ പുസ്തകമാണെങ്കിൽ വളരെ ക്ലോസ് ചെയ്ത് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് ഒരു കണ്ണിനാണ് പറയുന്നത്, കണ്ണിന് ചെറിയൊരു നിഴൽ പോലെ. 2 കണ്ണും മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ച് അവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഈ കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടീനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ മിടുക്കി. ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അമ്നയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇക്കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും അമ്ന A ഗ്രേഡ് സ്വന്തമാക്കി. ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അമ്നയുടെ ആഗ്രഹം. ബിന്ദുവൊലെഞ്ചകം വഞ്ചിത പോലെ എലിമതി നിൻ പാദകം മാനിഷാദ 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 ഈ ലോകം തേടും സ്നേഹം സാമോദം കൊണ്ടേ നീ വാ വരിക സാന്തക വരിക. TCV ന്യൂസ്, കയ്പമംഗലം. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനു ശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം ഞായറാഴ്ച നടക്കും. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശി ദിവസമാണ് ചരിഞ്ഞത്. 1982 നവംബർ 23 പ്രശസ്ത ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള പ്രതിമ നിർമ്മിച്ച് സമർപ്പിച്ചു. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചപ്പോൾ 2022 നവീകരിച്ചു. എന്നാൽ പ്രതിമയ്ക്ക് കേശവനുമായി ഒരു സാമ്യവുമില്ലെന്ന് വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമ വീണ്ടും നവീകരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും നവീകരണം നടത്തിയത്. നന്ദന്റെ മകൾ നവ്യയടക്കം 12 പേർ ചേർന്ന് 4 മാസം എടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. ഏതാനും ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി 378 സെന്റിമീറ്റർ ഉയരത്തിലാണ് പ്രതിമ പുനർനിർമ്മിച്ചത്. കൊമ്പിന്റെയും തുമ്പിയുടെയും വലിപ്പം കൂട്ടി. കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചു. കണ്ണുകൾ, കൺപീലികൾ, വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി. മസ്തകം ഉയർത്തിപ്പണിതു. ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. ഇതോടെ പുതിയ പ്രതിമയ്ക്ക് കേശവന്റെ തലപ്പൊക്കമായതായി ആനപ്രേമികൾ സമ്മതിച്ചു. രൂപമാറ്റം വന്ന പ്രതിമയുടെ പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശില്പി നന്ദൻ എളവള്ളി പറഞ്ഞു. ഒരുപാട് ഫോട്ടോസുകളൊക്കെ നോക്കേണ്ടി വന്നു. പഴയ ഫോട്ടോസുകൾ, സൈഡ് വ്യൂ ഫോട്ടോ ഒന്നും കേശവനില്ല. അതുപോലെ കുറെ അധികം ബുദ്ധിമുട്ടി. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്താ വെച്ചാൽ ഒരു രൂപമാറ്റം വന്ന സാധനം വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നു. തല, കൊമ്പ്, കണ്ണ് ഒക്കെ എല്ലാം മാറ്റി പുതിയതാക്കി. അങ്ങനെയാണ് രൂപത്തിലായത്. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. 10 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വേണ്ടി വന്നത്. ഇത് തൃത്താല കൃഷ്ണമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തൻ പിതാവിന്റെ സ്മരണയ്ക്ക് വഴിപാടായി സമർപ്പിച്ചു. നവീകരണം പൂർത്തിയായ പ്രതിമ ഞായറാഴ്ച സമർപ്പിക്കും. രാവിലെ 9:30 ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. നവംബർ 30 ദശമി ദിവസം ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ഗജഘോഷയാത്രയും നടക്കുന്നത് പുതിയ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വകയായി വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളം, സന്ധ്യയ്ക്ക് ചെറുതാഴം ചന്ദ്രന്റെ തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 23-ാം ദിവസമായ ഞായറാഴ്ച PK നാണു എഴുത്തച്ഛൻ സൺസ് വക സമ്പൂർണ്ണ നെയ്വിളക്കായി ആഘോഷിക്കും. രാവിലെ കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളം, ഉച്ചകഴിഞ്ഞ് കാഴ്ചശീവേലിക്ക് പല്ലശന രതീഷ് മാരാരുടെ പ്രമാണിത്വത്തിൽ മേളം, സന്ധ്യയ്ക്ക് താമരയൂർ അനീഷ് നമ്പീശൻ, അനുനന്ദ് എന്നിവരുടെ തായമ്പക, രാത്രി എഴുന്നള്ളിപ്പിന് പറക്കാട് തങ്കപ്പൻ മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. ഈറോഡ് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 30 മാസമാണ് കാലാവധി. പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ദക്ഷിണ റെയിൽവേയുടെ എറണാകുളത്തുള്ള നിർമ്മാണ വിഭാഗം എഞ്ചിനീയർമാരും കരാർ കമ്പനി ഉദ്യോഗസ്ഥരും കഴിഞ്ഞയാഴ്ച തൃശൂരിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഭൂമിയുടെ സർവേയും മണ്ണ് പരിശോധനയും ഉടൻ ആരംഭിക്കും. 344.89 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്.
തൃശൂർ കെന്നൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ശ്വാന പ്രദർശനത്തോടനുബന്ധിച്ച് പെറ്റ് ഫാഷൻ ഷോ അരങ്ങേറി. ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ, സൈബീരിയൻ, അമേരിക്കൻ ബുള്ളി, അമേരിക്കൻ ഫോർഡ് ടയർ, ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം തുടങ്ങി 30ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 500-ൽ പരം സ്വദേശികളും വിദേശികളുമായ നായ്ക്കളാണ് പ്രദർശനത്തിലുണ്ടാവുക. ഡോഗ് ഷോയോടനുബന്ധിച്ച് അരങ്ങേറിയ പെറ്റ് ഫാഷൻ ഷോ ഓമന മൃഗസ്നേഹികളായ നിരവധി കാണികളിൽ കൗതുകവും ആവേശവും പകരുന്നതായി. പരപ്പൂർ സെന്റ് ജോൺ നെബൂസിയൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ ചടങ്ങിന് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി പുത്തൂർ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് ആഘോഷമായ ദിവ്യബലി, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. ഇനി വാണിജ്യം. പരസ്യനിർമ്മാണ രംഗത്ത് ഒരു ദശാബ്ദത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള സായ് മീഡിയ എന്റർടൈൻമെന്റ്സ് തൃശൂരിന്റെ ഹൃദയഭാഗത്ത് പുതിയ ഓഫീസിൽ പ്രവർത്തനമാരംഭിച്ചു. ദ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സൊല്യൂഷൻ എന്ന ടാഗ്ലൈനോടെ പരസ്യമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപം പാലക്കൽ അങ്ങാടിയിലെ മേനാച്ചേരി ബിൽഡിംഗിലുള്ള സായ് മീഡിയ എന്റർടൈൻമെന്റ്സ്. ബ്രാൻഡിംഗ്, റീബ്രാൻഡിംഗ്, തിയേറ്റർ, TV ആഡ്സ്, മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ്, പ്രോഡക്റ്റ് ഷൂട്ട്, ബിസിനസ് കൺസൾട്ടേഷൻ തുടങ്ങിയവയ്ക്ക് പുറമെ 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഫ്ലക്സ് പ്രിന്റിംഗ് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചു. ഇനി രഹസ്യങ്ങളില്ല, പരസ്യങ്ങൾ മാത്രം എന്ന ആശയവുമായി സായ് മീഡിയ ജനമനസ്സിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന നിരവധി പരസ്യചിത്രങ്ങൾ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. സേവനം ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് അവർക്ക് അനുയോജ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ പ്രവർത്തന രംഗം ഉയരങ്ങളിലേക്ക് പറന്നുയരാനുള്ള ചിറകേകുകയാണ് സായ് മീഡിയ എന്റർടൈൻമെന്റ്സ്. പരസ്യ സംവിധാന രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള സായ് വിഷ്ണു, സിനിമ നാടക രംഗത്തെ പരിചിത മുഖങ്ങളായ അശ്വതി, കിഷോർ ദമ്പതികൾ എന്നിവരുടെ സാരഥ്യത്തിലാണ് സായ് മീഡിയ എന്റർടൈൻമെന്റ്സ് മുന്നേറുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8848 950408. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരത്തിനെത്തിയ യുവാക്കളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി 5 പേർക്ക് പരിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റം. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാൻ സമയം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്നും MT രമേശ്. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ചു തകർത്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി റിഞ്ചീഷാണ് അറസ്റ്റിലായത്.
തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.